إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده حتى أتاه اليقين فما ترك خيرا إلا دل الأمة عليه ولا شرا إلا حذرها منه فصلوات الله وسلامه عليه وعلى آله وصحبه أجمعين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിലൂടെ വിശദീകരിച്ചതാണ്, മുസ്ലിമീങ്ങളെ തൊട്ട് അല്ല മനുഷ്യരെ തൊട്ട് വിരോധിച്ചതാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഗൗരവമായി കൊണ്ട് ഉണർത്തിയതാണ് തന്റെ ഇച്ഛയെ പിൻപറ്റുക എന്നുള്ളത്. ഇത്തിബാഉൽ ഹവ എന്ന അറബി ഭാഷയിൽ പറയും. എന്താണോ തന്റെ മനസ്സ് തന്നോട് കൽപ്പിച്ചത് അത് തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ പിൻപറ്റുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ളതാണോ അതല്ല തന്റെ ഇച്ഛ, അതായത് മനസ്സ് പറയുന്ന കാര്യങ്ങളെയാണോ താൻ പിൻപറ്റുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ പല ഭാഗങ്ങളിൽ ഒരുപാട് ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പ്രവർത്തനത്തെ വളരെ മോശമായി കൊണ്ട് വിശദീകരിച്ചതായി, വളരെ മോശമായി കൊണ്ട് നമുക്ക് അറിയിച്ചു നൽകിയതായി, അതിന് താക്കീത് നൽകിയതായി, അതിനെ പിൻപറ്റുന്നത് ഇച്ഛയെ പിൻപറ്റുന്നതിനെ താക്കീത് നൽകിയതായും നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ജാസിയയിലെ 23-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അഫറഅയ്ത, നീ കണ്ടില്ലയോ, മനിത്തഖദ ഇലാഹു ഹവ, ഒരുത്തൻ, അവന്റെ പ്രത്യേകത എന്താണ് സഹോദരന്മാരെ? ഇത്തഖദ, അവൻ സ്വീകരിച്ചു, ഇലാഹു, അവന്റെ ഇലാഹിനെ, തന്റെ റബ്ബിനെ. എന്താണ് തന്റെ ഇലാഹിനെ എന്താക്കിയിട്ടാണ് സ്വീകരിച്ചത്? ഹവാഉ, അവന്റെ ഇച്ഛയെ ഇലാഹാക്കി സ്വീകരിച്ചു എന്നുള്ളതാണ്. എങ്ങനെ സഹോദരങ്ങളെ തന്റെ ഇച്ഛകളെ, മനസ്സ് പറയുന്ന കാര്യങ്ങളെ ഇലാഹാക്കി സ്വീകരിക്കുക, ആരാധനയാക്കി സ്വീകരിക്കുക? ഇമാം ഖതാദ റഹിമഹുല്ലാഹ് താബിഈ പ്രമുഖനാണ്. അദ്ദേഹം പറയുന്നതായി കാണാൻ സാധിക്കും, ഇന്നർ റജുല ഇദാ കാന കുല്ലമാ ഹവിയ ശൈഅൻ റകിബ, ഒരു മനുഷ്യൻ തന്റെ മനസ്സെന്ത് പറഞ്ഞാലും അത് ചെയ്യുന്നൊരവസ്ഥ അവനക്കുണ്ടായി. വകുല്ലമസ്തഹാ ശൈഅൻ അതാ, മനസ്സെന്താഗ്രഹിച്ചാലും അത് ചെയ്യുന്ന ഒരു അവസ്ഥ, ഒരു സ്ഥിതിവിശേഷം അവൻക്കുണ്ടായാൽ ലാ യഹ്ജിസുഹു അൻ ദാലിക വറഉ വലാ തഖ്വ, അല്ലാഹുവിനോടുള്ള സൂക്ഷ്മത അത് തടയുന്നില്ല. എന്താണ് മനസ്സ് പറഞ്ഞത് അത് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ ഫഖദ് ഇത്തഖദ ഇലാഹു ഹവ, അവൻ തന്റെ ഇച്ഛയെ ഇലാഹാക്കി മാറ്റി എന്നുള്ള. ഇലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉപയോഗിക്കുന്ന വാക്കാണ്. ആരാധ്യൻ എന്നുള്ള അർത്ഥമാണ് ഇലാഹ് എന്നുള്ളതിന്. തന്റെ ഇച്ഛയെ ആരാധനാക്കി മാറ്റുക എന്നുള്ളത് ഇതാണ് ഉദ്ദേശം. നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ഈ ആയത്തിന്റെ ബാക്കി, അങ്ങനെയുള്ള ആളുകളെ വളല്ലഹുല്ലാഹു അലാ ഇൽമിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് ഹുജ്ജത്ത് എത്തിയതിനു ശേഷം, അവൻക്ക് ഹുജ്ജത്ത് തെളിവെത്തി കഴിഞ്ഞു, സ്വന്തം ഇച്ഛയെ പിൻപറ്റാൻ പാടില്ല എന്നറിയാം. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കൃത്യമായിട്ടുള്ള നിലപാടുകൾ അവന്റെ മുന്നിൽ പകൽ വെളിച്ചം പോലെ ഉണ്ട്. എന്നിട്ടും അവൻ അതിനെ പിൻപറ്റിയിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്ത് ചെയ്തു? വഴി പിഴപ്പിച്ച് കളഞ്ഞു. വഖതമ അലാ സമഇഹി വഖൽബിഹി വജഅല അലാ ബസരിഹി ഗിശാവ. എന്നിട്ട് പറയുന്ന ഭാഗം നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാതിനെ, അവൻക്ക് നന്മ കേൾക്കുന്നതിനെ തൊട്ട് അവിടെ സീല് വെക്കും, അത് കേൾക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ അവന്റെ കൽബിന്, അവന്റെ മനസ്സിന് നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നതിനെ സംബന്ധിച്ച് അവൻക്ക് സീല് വെക്കപ്പെടും. അവന്റെ കാഴ്ചക്ക് എന്തെങ്കിലും കാണുന്നതല്ല, മറിച്ച് ഹക്കിനെ കാണുന്നത്, ഉൾക്കാഴ്ച, അൽ ബസീർ എന്ന് പറയുന്ന ഉൾക്കാഴ്ച, അതിനൊരു മൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല വെക്കുമെന്നുള്ളതാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാഹ്, ആരുണ്ട് അല്ലാഹുവിന് ശേഷം അവൻ ഹിദായത്തിലാക്കാൻ,
അള്ളാഹു ഒരാളെ ആക്കിയാൽ പിന്നെ ആരുണ്ട് സഹോദരന്മാരെ അവനെ ഹിദായത്തിലാക്കാൻ? അഫലാ തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ, ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സഹോദരന്മാരെ, നമ്മുടെ പ്രവർത്തനങ്ങൾ. സഹോദരന്മാർ ചിന്തിക്കണം, നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വന്തം മനസ്സ് പറയുന്നതിനനുസരിച്ചാണോ അതല്ല ഖുർആനും ഹദീസും പറയുന്നതിനനുസരിച്ചാണോ എന്നുള്ളത്. എല്ലാ വിഷയത്തിലും, ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രമല്ല. ആർക്കാണ് അറിയാത്ത സഹോദരന്മാരെ, ഇന്ന വിഷയം ഹറാമാണ്, ഇന്ന വിഷയം ഹലാലാണ്, ഇന്ന വിഷയം എൻ്റെ മേൽ നിർബന്ധമാണ്? ആരെല്ലാം സഹോദരങ്ങളെ ഇത് കൃത്യമായി കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്? സ്വന്തം ജീവിതത്തിൽ തിരിഞ്ഞു നോക്കൂ. താൻ ഇത് പ്രവർത്തിക്കുന്നത്, തൻ്റെ ജീവിതത്തിൽ കച്ചവടം ചെയ്യുന്നത് ആളുകളുടെ പെരുമാറ്റം, ആളുകളുടെ സംസാര രീതി, ആളുകളെ കളിയാക്കലും ചെറുതാക്കലും കുറ്റപ്പെടുത്തലും, ആളുകളുടെ പരദൂഷണം പറഞ്ഞു നടക്കലും, അത് ഖുർആനും ഹദീസിനും അടിസ്ഥാനമാക്കിയിട്ടാണോ? അല്ല, മറിച്ച് സ്വന്തം ഇച്ഛയെ പിൻപറ്റിക്കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതായി കാണാൻ സാധിക്കും. സൂറത്തുൽ ഫുർഖാനിൽ 43-ാമത്തെ വചനത്തിൽ, അറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാ, സ്വന്തം ഇച്ഛയെ ഇലാഹാക്കി ഒരുത്തനെ നീ കണ്ടില്ലയോ? അഫ അൻത തകൂന അലൈഹി വകീല, നീ അവന്റെ സംരക്ഷണം എടുത്തിരിക്കുകയാണോ? അവന്റെ സംരക്ഷണം നീ ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നജ്മിൽ സത്യനിഷേധികളെ കുറിച്ച് പറയുന്ന ഒരു ആയത്ത് കാണാൻ സാധിക്കും. ഈ സന്ദർഭം മനസ്സിലാക്കണം. അള്ളാഹുവിന് പുറമെ ആരാധന്മാരുണ്ടാക്കി അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മുഅ്ജിസാത്തുകൾ, ഒരുപാട് അത്ഭുത സംഭവങ്ങൾ കണ്ടു. ആർക്കും സാധിക്കാത്ത കാര്യങ്ങൾ ഖുർആനെ കുറിച്ച് കേട്ട് മനസ്സിലാക്കി. ഇതൊക്കെ അറിഞ്ഞിട്ടും അവർ അത് സ്വീകരിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യത്തബിഊന ഇല്ല ദന്ന വമാ തഹവൽ അൻഫുസ്, അവർ ദന്നല്ലാതെ ഊഹാപോഹങ്ങളല്ലാതെ പിൻപറ്റുന്നില്ല. അതുപോലെ തന്നെ സ്വന്തം ഇച്ഛകൾ, എന്താണ് മനസ്സ് പറഞ്ഞത്, അതിനെയല്ലാതെ അവർ പിൻപറ്റുന്നില്ല. വലഖദ് ജാഅഹും മിർ റബ്ബിഹിമുൽ ഹുദാ, അവരുടെ അടുക്കലേക്ക് തന്റെ റബ്ബിൽ നിന്നുള്ള സന്മാർഗം വന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും എത്തിയിട്ടുണ്ട്. എന്നിട്ടും അവർ സ്വന്തം ഇച്ഛയെ പിൻപറ്റി. അവരെ ഇച്ഛയെ മാത്രമാണ്, അതുപോലെ തന്നെ ഊഹത്തെ മാത്രമാണ് പിൻപറ്റുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥ സഹോദരന്മാരെ മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. സത്യനിഷേധികളുടെ സ്വഭാവമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഇവിടെ എടുത്തു പറയുന്നത്. എന്തിനാ സഹോദരന്മാരെ സത്യനിഷേധികളുടെ സ്വഭാവം നമ്മുടെ മുന്നിൽ നമുക്ക് കൊണ്ടുവരുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് സഹോദരന്മാരെ. അത് നമ്മുടെ അടുക്കൽ ഉണ്ടാകാൻ പാടില്ല. താൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിലായിരിക്കണം എന്നുള്ളതാണ്. സലഫുസാഹിങ്ങളെ പിൻപറ്റുന്ന സച്ചരിതായിട്ടുള്ള സഹാബാക്കളെ, അതുപോലെ തന്നെ താബിയങ്ങളെ പിൻപറ്റുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിൽ 50-ാമത്തെ വചനത്തിൽ പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും. സൂറത്തുൽ ഖസസിൽ നമുക്ക് കാണാൻ സാധിക്കും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. മക്കയിൽ ജനിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ കാലഘട്ടത്തിൽ ഇത്ര സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ ഒരു പുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിൽ വളരെ വ്യക്തമായിക്കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തെ വിശദീകരിച്ചുകൊണ്ട് ആർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എടുത്തു പറയാൻ സാധിക്കുകയില്ല എന്നുള്ളത്. അത്രയും കൃത്യതയോടെയും വ്യക്തതയോടും കൂടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തെ സൂക്ഷ്മമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയാണ്. ഇതൊക്കെ അവർ കണ്ടിട്ടും ഫൈലം യസ്തജീബു ലക്, നിനക്ക് ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ, അതായത് അള്ളാഹുവിന് ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ, ദീനിലേക്ക് അവർ വന്നിട്ടില്ലെങ്കിൽ, ഫഅലം, നീ മനസ്സിലാക്കുക, അന്നമാ യത്തബിഊന അഹ്വാഅഹും, അവർ പിൻപറ്റുന്നത് അവരുടെ ഇച്ഛകളെ മാത്രമാകുന്നു. എന്താണ് മനസ്സ് പറഞ്ഞത്? തന്റെ കാരണവന്മാർ, തന്റെ മാതാപിതാക്കൾ, തന്റെ വല്ലുപ്പമാർ അവരൊരു മാർഗത്തിലായിരുന്നു. ആ മാർഗത്തിൽ തന്നെ നാം പിൻപറ്റും എന്നുള്ള ഒരു ദുർന്യായം, അതുപോലെ അതിനോടുള്ള അമിതമായിട്ടുള്ള ഇച്ഛയാണ് ഇത് അവരെ കൊണ്ട് ചെയ്യിച്ചത് എന്നുള്ളതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്. സഹോദരന്മാരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ആരുണ്ട് വഴിപിഴച്ചവൻ ഇവനേക്കാളും കൂടുതൽ? എന്താ അവന്റെ പ്രത്യേകത? തന്റെ ഇച്ഛയെ പിൻപറ്റി ഹുദ കിട്ടിയതിനു ശേഷവും ഹിദായത്ത് മനസ്സിലായതിനു ശേഷവും സ്വന്തം ഇച്ഛയെ പിൻപറ്റിയവർ ആരുണ്ട്? ഇന്നല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇങ്ങനെയുള്ള അക്രമികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലാക്കുകയില്ല, സന്മാർഗത്തിലാക്കുകയില്ല എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കൂ. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹം പറയുന്നതായി കാണാൻ സാധിക്കും, മാ ദക്കറല്ലാഹു അൽ ഹവാ ഫിൽ ഖുർആൻ ഇല്ലാ ദമ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇച്ഛയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിനൊക്കെ നിന്ദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എല്ലാം നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. അതിന്റെ അപകടത്തെ നമ്മുടെ മുന്നിൽ വെളിവാക്കി നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ്, സഹോദരന്മാർ മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ്.
ഈ ഹദീസ് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും എത്രത്തോളം അന്തരമുണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഈ ഹദീസ് ഇമാം തൊബ്രാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഔസത്തിലും ഇമാം അൽ ബൈഹഖി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശുഅബിലും ഉദ്ധരിച്ചതാണ്. ഇമാം അൽബാനി റഹിമഹുല്ലാഹ് ഇത് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹോദരന്മാരെ, സലാസും മുഹ്ലിക്കാത്ത്, 3 കാര്യങ്ങൾ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. സലാസും മുഹ്ലിക്കാത്ത്, 3 കാര്യങ്ങൾ ഒരു മനുഷ്യനെ നശിപ്പിക്കും. അവന്റെ ഇഹലോകവും നശിപ്പിക്കും, പരലോകവും നശിപ്പിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. എന്താണ് ഒന്നാമത്തെ കാര്യം? ശുഹ്ഹുൻ മുതാഅ, അനുസരിക്കപ്പെടുന്ന പിശുക്ക്. അനുസരിക്കപ്പെടുന്ന പിശുക്ക്. ശുഹ് എന്ന അറബി ഭാഷയിൽ പറഞ്ഞാൽ അല്പം വിശാലമായിട്ടുള്ള ഒരു വാക്കാണ്. ശുഹ് എന്ന് പറഞ്ഞാൽ പിശുക്കിനോടൊപ്പം ആർത്തിയുമുള്ള ഒരുത്തനാണ് ശുഹ്. ആ ഒരു സ്വഭാവത്തിനാണ് ശുഹ് എന്ന് പറയാം. തന്റെ സമ്പത്ത് ഞാൻ ചിലവഴിക്കുകയില്ല, അതോടൊപ്പം മറ്റവന്റെ സമ്പത്തും എനിക്ക് വേണം എന്നുള്ള ഒരു സ്വഭാവം, വളരെ മോശമായിട്ടുള്ള സ്വഭാവം, അതിനാണ് ശുഹ് എന്ന് പറയാം. ഈ ഒരു സ്വഭാവം ഒരു മനുഷ്യന്റെ അടുക്കൽ ഉണ്ടെങ്കിൽ സഹോദരന്മാരെ അവൻ നശിക്കും. അത് നമ്മൾ പരിശോധിക്കേണ്ട എവിടെയാണ് സഹോദരങ്ങളെ? നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ള ചിലവാക്കേണ്ട സമയത്ത് നമ്മൾ ചിലവാക്കുന്നില്ലയോ? സഹോദരന്മാരെ, ആഴ്ചയിൽ മസ്ജിദിൽ വരുമ്പോൾ, അല്ല ദിവസവും മസ്ജിദിൽ വരുമ്പോൾ, അല്ലെങ്കിൽ മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ മസ്ജിദിന് ആവശ്യമുള്ള ചിലവുകളിലേക്ക് വേണ്ടി അല്പം സംഭാവന ചെയ്യാൻ മനസ്സ് സമ്മതിക്കുന്നില്ലെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം സഹോദരന്മാരെ. അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്നും ചെലവഴിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ഒരു സ്വഭാവം നമ്മുടെ അടുക്കൽ ഉണ്ടോ എന്ന് നമ്മൾ ഭയപ്പെടണം. സ്വന്തം വിചാരണ നടത്തണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. പിശുക്ക് മനുഷ്യരെ നശിപ്പിക്കും. നമുക്ക് കാണാൻ സാധിക്കും, ഈ സ്വഭാവമുള്ള ആളുകളെ നാട്ടിൽ ആർക്കും ഇഷ്ടമുണ്ടാവൂല. തന്റെ കുടുംബത്തിൽ തന്നെ താല്പര്യമുണ്ടാവുകയില്ല ഈ മനുഷ്യനെ കുറിച്ച്, ഈ ഒരു സ്വഭാവമുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഈ ഒരു സ്വഭാവം മനുഷ്യനെ നശിപ്പിക്കുന്നതാണ് പരലോകത്തെയും ഇഹലോകത്തെയും. അത് അടുത്തതായിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ടാമതായിക്കൊണ്ട് വഹവൻ മുത്തബ, പിൻപറ്റപ്പെടുന്ന ഹവ. സ്വന്തം ഇച്ഛയെ പിൻപറ്റുക. എന്താണ് മനസ്സ് കൽപ്പിച്ചത് അതനുസരിച്ച് മാത്രം ചെയ്യുക. ഖുർആനിലേക്കോ ഹദീസിലേക്കോ ഇസ്ലാമിന്റെ മറ്റ് നിയമങ്ങളിലേക്ക് നോക്കാതെ താൻ വിചാരിക്കുന്നത് പോലെ കച്ചവടം ചെയ്യും, താൻ വിചാരിക്കുന്നത് പോലെ ഞാൻ എൻ്റെ നിയമങ്ങൾ നടപ്പിലാക്കും, തൻ്റെ ആളുകളോടുള്ള പെരുമാറ്റം താൻ വിചാരിക്കുന്നത് പോലെ, താൻ ഉദ്ദേശിക്കുന്നത് പോലെ. ആർക്കാണ് സഹോദരന്മാരെ അറിയാത്തത് ഗീബത്ത്, പരദൂഷണ ഹറാമാണ് എന്നുള്ളത്? ആർക്കാണ് അറിയാത്തത്? പ്രത്യേകിച്ച് സഹോദരിമാരുടെ അടുക്കൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. ചില സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് നൽകട്ടെ, അവർ ഒരുപാട് ഇബാദത്തുകളിൽ മുന്നേറുന്നവരായിരിക്കും. ഖുർആൻ പാരായണം ഉണ്ടാകും, കൃത്യമായിട്ടുള്ള നിസ്കാരം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നോമ്പ്, ഇതുപോലുള്ള സക്കാത്ത്, സ്വതക്കകൾ, ഇതെല്ലാം മുന്നേറുന്നവരായിരിക്കും. പക്ഷേ 4 സ്ത്രീകൾ ഒരു സ്ഥലത്ത് കൂടിയാൽ പിന്നെ വേറൊരാളുടെ ഗീബത്താണ്, പരദൂഷനാണ് പറയുക. ആർക്കാണ് അറിയാത്ത സഹോദരന്മാരെ പരദൂഷണ ഹറാമാണ് എന്നുള്ളത്? പക്ഷെ എന്തുകൊണ്ട് അതിൽ നിന്നും വിട്ടുനിൽക്കുന്നില്ല? സ്വന്തം ഇച്ഛയെ പിൻപറ്റുക. ആ അല്പസമയം ലഭിക്കുന്ന, സമയത്ത് ലഭിക്കുന്ന ഒരു സുഖം, ഒരാസ്വാദനത്തിന് വേണ്ടി തൻ്റെ സഹോദരന്റെ കുറ്റങ്ങൾ പറയുക. കച്ചവട സ്ഥലത്താകട്ടെ, ജോലി ചെയ്യുന്ന സ്ഥലത്താകട്ടെ, കളിക്കുന്ന സ്ഥലത്താകട്ടെ, ഇവിടെ എല്ലാം കാണുന്ന ഒരു പ്രശ്നമാണ്. തൻ്റെ സഹോദരന്റെ കുറ്റങ്ങൾ പറയുക. ആർക്കാണ് അറിയാത്തത് തെറ്റല്ല എന്നുള്ളത്? ഇത് തെറ്റാണ് എന്നുള്ളത് ആർക്കാണ് അറിയാത്ത സഹോദരന്മാരെ? അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വഭാവം, അല്ലെങ്കിൽ ഇതൊരു ഉദാഹരണം പറഞ്ഞാണ്, ഇതുപോലുള്ള സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. കാരണം ഇത് നശിപ്പിക്കും, ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നതാണ്. കൃത്യമായി കൊണ്ട് ആർക്കാണ് അറിയാത്തത് അള്ളാഹു അല്ലാത്ത ഒരാൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളത്? ഈ സമൂഹത്തിൽ നടക്കുന്ന പല ദുരാചാരങ്ങളും ഇതൊന്നും ദീനിന് ഇല്ലാത്തതാണ് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? എന്തുകൊണ്ട് അതിനെ പിൻപറ്റുന്നില്ല? നാട്ടുകാരെന്ത് പറയും? എൻ്റെ സമൂഹം എന്നെ കുറ്റപ്പെടുത്തുമോ? എൻ്റെ കുടുംബം എന്നെ കുറ്റപ്പെടുത്തുമോ? എൻ്റെ മഹൽ എന്നെ ബഹിഷ്കരിക്കുമോ എന്നുള്ള ഭയം കൊണ്ട്, തൻ്റെ ഇച്ഛ കൊണ്ടാണ് അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ദീനിന്റെ നിയമങ്ങളെ പുല്ലുവിലക്ക് വിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും, സ്വന്തം ഇച്ഛകൾക്ക് വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. മൂന്നാമതായി കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഇജാബുൽ മർഇ ബിറഅയിഹി, അഹങ്കാരം എന്ന് മലയാളത്തിൽ പറയും. എന്നാൽ അതിന്റെ പ്രത്യേകത, ഒരാൾ ഒരു അഭിപ്രായം പറയും, ഖുർആനോ ഹദീസോ അടിസ്ഥാനമാക്കിയിട്ടുള്ള അഭിപ്രായമല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, ഖുർആനോ ഹദീസോ അടിസ്ഥാനമാക്കിയിട്ടുള്ള അഭിപ്രായമല്ല. ഈ അഭിപ്രായത്തിനെതിരെ പറയുന്ന ആളുകളൊക്കെ ചെറുതായി കാണുക, അത് സ്വീകരിക്കാതിരിക്കുക. ഈ ഒരു മനുഷ്യന് പ്രത്യേക ചില നിയമങ്ങളും പ്രത്യേക ചില കാഴ്ചപ്പാടുകളും ഉണ്ടാവും. അതിനനുസരിച്ച് എല്ലാവരും അദ്ദേഹത്തിന് കീഴിൽ കൊണ്ടുവരിക, ബാക്കിയുള്ളവരെ ചവിട്ടിത്താഴ്ത്തുക എന്നുള്ള വൃത്തികെട്ട സ്വഭാവം, ഈ സ്വഭാവം ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നതാണ്. അവൻ ഹക്കിലേക്ക് വരൂല. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഖുർആനിനും സുന്നത്തിനും എതിരായിട്ടുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഖുർആനിനും സുന്നത്തിനും
ആ വിഷയത്തിൽ വന്നിട്ടില്ല എന്താണ് ചെയ്യേണ്ട നിലപാട് എന്നുള്ളത്. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ സ്വന്തമായി കൊണ്ട് തീരുമാനം എടുത്തുകൊണ്ട് അതിന് ബാക്കിയുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവം ഒരു മുസ്ലിമിന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതൊരാളെ നശിപ്പിക്കുന്ന സ്വഭാവമാണെന്ന് ഞാനല്ല പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഓരോ തീരുമാനങ്ങളും ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും തെളിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ളതും ഓർമ്മപ്പെടുത്തുകയാണ്. സലഫു സാലിഹ്യങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത്, ഖുർആനും സുന്നത്തിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്, അതുപോലെ ജീവിതത്തിൽ ഉൾക്കൊള്ളണമെന്നുള്ളത് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ വിഷയം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒരു മനുഷ്യൻ നശിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് സ്വന്തം ഇച്ഛയെ പിൻപറ്റുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും, എല്ലാ ഹക്കിനെതിരായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഖുർആനും സുന്നത്തിനെതിരായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പിൻപറ്റുന്നത് ഇച്ഛയെ പിൻപറ്റലാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായിക്കൊണ്ട് വിരോധിച്ച കാര്യമാണ് താടി വടിക്കുന്ന വിഷയം. ആരെയും കുറ്റപ്പെടുത്താനല്ല, സങ്കടപ്പെടുത്താനല്ല സഹോദരന്മാരെ. താടി വടിക്കുന്ന വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണ്. ഇത്തിഫാഖുണ്ട് ആരടുക്കല്, ഇമാമിങ്ങൾ അടുക്കല്, ഇസ്ലാമിന്റെ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ അടുക്കൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ് താടി വടിക്കല് ഹറാമാണ് എന്നുള്ളത്. പക്ഷേ സഹോദരന്മാരെ, നമ്മുടെ ഇച്ഛയെ പിൻപറ്റിക്കൊണ്ട് നമ്മൾ പലപ്പോഴും അബാധകം, ഈ ഒരു തിന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. നമുക്ക് കാണാൻ സാധിക്കും, ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്ന കാര്യമാണ്, താടി വടിച്ച ഒരുത്തന്റെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായമുള്ള ആളുകളുണ്ട്. അവനെ ഒരു ഇസ്ലാമിന്റെ വിഷയത്തിൽ ഒരു സാക്ഷിയാക്കാൻ പാടില്ല എന്ന അഭിപ്രായം പറഞ്ഞ ഫുഖഹാക്കളെ നമുക്ക് കാണാൻ സാധിക്കും. അത്രയും ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഹോദരൻ, ഇതുപോലുള്ള വിഷയങ്ങൾ സൂക്ഷ്മമാകട്ടെ, വലുതാകട്ടെ, ചെറുതാകട്ടെ, ഇതിൽ നിന്നൊരു മുസ്ലിം തന്റെ ഇച്ഛയെ പിൻപറ്റാൻ പാടില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഖുർആനിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനെയും മാത്രം പിൻപറ്റുക എന്നുള്ളതുമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഇതെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, സലഫുകൾ, ഒന്നിൽ കൂടുതൽ സലഫുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും, ഇച്ഛ എന്നുള്ളത് രോഗാണ്. മനുഷ്യന്റെ ശരീരത്തിന് ബാധിക്കുന്നത് പോലുള്ള മനസ്സിന് ബാധിക്കുന്ന രോഗാണ് തന്റെ ഇച്ഛകൾ അനുസരിച്ചു പോവുക എന്നുള്ളത്. അതിനെതിരാവുക എന്നുള്ളത് അതിനുള്ള മരുന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, എന്താണ് മനസ്സ് കൽപ്പിക്കുന്നത് അതിനെ എതിര് പ്രവർത്തിക്കുക എന്നുള്ളത് ആ ഒരു രോഗത്തിനുള്ള മരുന്നാണ് എന്ന് സലഫു സാലിഹീങ്ങളിൽ നിന്ന് വന്ന പല അസറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, അതിൽ നിന്നും മാറാനുള്ള ചില മാർഗങ്ങൾ നിങ്ങൾ മുന്നിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു തൗഫീഖ് നൽകുമാറാട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അമ്മാ ബഅദ്. സഹോദരിമാരെ, നമ്മൾ പറഞ്ഞു വന്നത് ഇച്ഛയെ പിൻപറ്റുന്നതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട വിഷയമാണ്, താൻ പിൻപറ്റുന്നത് ഇച്ഛയാണെന്ന് മനസ്സിലായാൽ, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അതിൽ തെളിവില്ല എന്ന് മനസ്സിലായാൽ, ദൃഢമായിട്ടുള്ള അസീമത്തോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി അതിനെതിരെ പൊരുതുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സത്യസന്ധമായിട്ടുള്ള ദൃഢനിശ്ചയം അത് ആവശ്യമാണ്, അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതിൽ നിന്നും മാറി നിൽക്കാൻ, ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് കാര്യങ്ങൾ അതിന് ദുനിയാവിൽ ലഭിക്കുന്ന എന്ത് ലാഭം ഉണ്ടാകട്ടെ അതിന് മാറിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ മേൽ നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയാൽ എന്ത് നമുക്ക് നഷ്ടപ്പെട്ടാലും, ദുനിയാവിൽ എന്ത് നഷ്ടപ്പെട്ടാലും അത് നിർബന്ധമായും ചെയ്യുക എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള ദൃഢനിശ്ചയോടുകൂടി, നിഷ്ഠതയോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, സബർ വളരെ അത്യാവശ്യമാണ്. ക്ഷമ വളരെ അത്യാവശ്യം. പല ആളുകളിൽ നിന്നും പല കുത്തുവാക്കുകൾ കേൾക്കാം, പല രൂപത്തിൽ പരിഹസിക്കാം. താടി അല്പം നീട്ടിയാൽ അപ്പൊ പറയും തീവ്രവാദിയാണ്, അവൻ 6-ാം നൂറ്റാണ്ടിലേക്ക് പറഞ്ഞയക്കേണ്ടവനാണ്, അവൻ അത്ര വലിയ ഡിഗ്രി എടുത്ത ആളാണെങ്കിലും അവനെ സമൂഹത്തിൽ കുറ്റപ്പെടുത്തും. അവിടെ സബർ കാണിക്കണം, ക്ഷമ കാണിക്കണം. സഹോദരങ്ങൾ, സ്വർഗം എന്നുള്ളത് വെറുതെ കിട്ടൂല, ആരും വിചാരിക്കേണ്ടതില്ല. അത് വെറുതെ ഒരു ആളുകൾ പോണ പോലെ പോയാൽ കിട്ടുന്ന ആരും വിചാരിക്കേണ്ടതില്ല. തന്റെ ഇച്ഛയോട് പോരാടി അതിനോട് ജിഹാദ് ചെയ്താൽ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. ആരും വിചാരിക്കേണ്ടതില്ല ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്, മുസ്ലിമുകളെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി എന്നെ മറമാടിയാൽ വെള്ളിയാഴ്ച ദിവസം ജുമാ നിസ്കാരം നിസ്കരിച്ചാൽ അത് കിട്ടുന്ന ആരും വിചാരിക്കേണ്ട. കൃത്യമായി കൊണ്ട് ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കാതെ അതൊന്നും കിട്ടുന്ന ആരും വിചാരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് സ്വന്തം നഫ്സിനോട് ധർമ്മസമരം നടത്തണം. എന്താണോ മനസ്സ് പറയുന്നത് അതിനെതിരെ തന്നെ പ്രവർത്തിക്കുക. ഖുർആനും സുന്നത്തും ഈ ഭാഗത്ത് ഇന്നതാണ്, അപ്പൊ അത് തന്നെ പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ തിന്മകൾ കാണൽ, തിന്മകൾ കേൾക്കൽ, തിന്മകൾ പറയൽ, ഹറാമുകൾ സംസാരിക്കുക, വൃത്തികേടുകൾ സംസാരിക്കുക, കളവ് പറയൽ, ഇതെല്ലാം ഹറാമാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇതിൽ നിന്നും
മാറി നിൽക്കാൻ വേണ്ടി സ്വന്തം മനസ്സിനോട് ധർമ്മസമരം നടത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും, വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. വല്ലദീന ജാഹദു ഫീനാ, നമ്മളിൽ ധർമ്മസമരം നടത്തിയ ഒരു കൂട്ടർ നമ്മുടെ മാർഗത്തിൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തി, ലനഹ്ദിയന്നഹും സുബുലനാ, അവരെ നാം ഹിദായത്തിലാക്കുക തന്നെ ചെയ്യും, എൻ്റെ മാർഗത്തിലാക്കുക തന്നെ ചെയ്യും. വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹ്സിനീങ്ങളുടെ കൂടെയാകുന്നു. അതുപോലെ തന്നെ സഹോദരന്മാരെ, അവയെ പിൻപറ്റുന്നത്, ഇച്ഛയെ പിൻപറ്റുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് ഇതിന്റെ പര്യവസാനത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇത് ഞാൻ ചെയ്താൽ എന്താണ് എനിക്ക് പര്യവസാനം ലഭിക്കുക, ദുനിയാവിലും പരലോകത്തിന് എന്താണ് ഉണ്ടാവുക? സഹോദരന്മാർ, പ്രധാനമായിട്ടും പരലോകം. അവിടെ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. താൻ ചെയ്ത ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ള ചിന്ത ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദുനിയാവിലുണ്ടാകുന്ന മറ്റ് അനന്തരഫലങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകൽ അനിവാര്യമാണ്, പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇതിൻ്റെ എല്ലാം മാനദണ്ഡം എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കുക. ഖുർആനുക്കും ഹദീസുക്കും മടങ്ങുക. അത് സലഫു സാലിഹ്യങ്ങൾ മനസ്സിലാക്കിയതുപോലെ അവരെങ്ങനെയാണ് മനസ്സിലാക്കിയത് അതിനനുസരിച്ച് മനസ്സിലാക്കുക. അതിനനുസരിച്ച് തൻ്റെ ഇച്ഛകളെ അങ്ങോട്ട് മാറ്റുക. അവർ ഖുർആനും ഹദീസിനെയും ഇങ്ങോട്ട് മാറ്റാതെ, ഈ ഒരു ഭാഗത്തേക്ക് മാറ്റാതെ, സ്വന്തം ഇച്ഛകളെ ഖുർആനും ഹദീസിനും അനുസരിച്ചാക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ സഹോദരന്മാരെ ഓർമ്മപ്പെടുത്താനുള്ള മറ്റൊരു വിഷയമാണ്, നമ്മുടെ നാട്ടിൽ ശഅബാൻ 15 പൊതുവെ ചെയ്യാറുള്ള ഒരു ഇബാദത്താണ് നോമ്പ് നോൽക്ക്. ഇതിന് യാതൊരു അടിസ്ഥാനമില്ല. ചില ദുർബലമായിട്ടുള്ള ഹദീസുകൾ എന്നല്ലാതെ അതിനപ്പുറത്ത് യാതൊരു അടിസ്ഥാനവും കാണാൻ സാധിക്കുകയില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല നോമ്പുകളും ചിലപ്പോൾ ദുർബലമായിട്ട് ഹദീസുകളുടെ പിൻബലം പോലും അതിൽ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തൊരു ഇബാദത്തല്ല ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ദിവസം, ഒരു ബറാഅത്ത് ദിവസം, അതിനുള്ള പ്രത്യേക പലഹാരങ്ങൾ, പ്രത്യേക രൂപത്തിലെ ഇബാദത്തുകൾ, പ്രത്യേക രൂപത്തിലെ ഖിറാഅത്ത്, പാരായണം, അതിന് പ്രത്യേക എണ്ണം, അതിന് പ്രത്യേക പ്രതിഫലം. ഇതാരും നിശ്ചയിച്ച സഹോദരന്മാർ? അല്ലാഹുവിന്റെ റസൂൽ നിശ്ചയിച്ചിട്ടുണ്ടോ? സഹാബാക്കൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിൽക്കാലത്ത് വന്ന ആരോ എന്തോ കൊണ്ടുവന്നതാണ്. അത് പിന്നീട് ഇങ്ങനെ സമൂഹം ഇങ്ങനെ അതെടുത്തുകൊണ്ട് നടക്കുക. അതിൻ്റെ ആവശ്യമുള്ള സഹോദരങ്ങളെ. അതുകൊണ്ടല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ ദീനിൽ പുതുതായി എന്തെങ്കിലും കാര്യങ്ങൾ ആരെയും കടത്തിക്കൂട്ടിയാൽ അത് ഈ ദീനിൽ പെട്ടതല്ല, തള്ളപ്പെടേണ്ടതാണ്. അത് ചെയ്യാൻ പാടില്ല. മറിച്ച് അന്നേ ദിവസം സാധാരണ അയ്യാമുൽ ബീദിന്റെ ദിവസം നോമ്പെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് അതിന്റെ നിയ്യത്തിൽ നോമ്പെടുക്കാം എന്നല്ലാതെ പ്രത്യേകിച്ച് ബറാഅത്തിന്റെ നോമ്പ് ദീനിൽ ഇല്ലാത്ത കാര്യമാണ്. അത് പുതുതായി ദീനുൽ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയവരാണ്. അതുണ്ട് എന്ന് വാദിക്കുന്നവർ അതിന്റെ തെളിവ് കൊണ്ടുവരാൻ അവരുടെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നമ്മളെ മുന്നിൽ ബോധിപ്പിച്ചാൽ പോരാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നാളെ പരലോകത്ത് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെ പിൻപറ്റാനും ബാത്തിലിനെ ബാത്തിലായി കാണാനും അതിൽ നിന്ന് വേറിട്ട് നിൽക്കാനുമുള്ള തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة. اللهم أعز الإسلام والمسلمين. اللهم انصر المسلمين في كل مكان. اللهم دمر أعداءك وأعداء المسلمين يا رب العالمين. اللهم دمر أعداءك وأعداء المسلمين يا رب العالمين. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت ولي ومولاها. اللهم إنا نسألك الهدى والتقى والعفافة والغنى. اللهم إنا نعوذ بك من منكرات الأخلاق والأعمال والأهواء. اللهم اهدنا لأحسن الأخلاق لا يهدي لأحسنها إلا أنت، واصرف عنا سيئها لا يصرف عنا سيئها إلا أنت. اللهم اغفر لنا ولوالدينا ولوالديهم وذريتهم وللمسلمين والمسلمات الأحياء منهم والأموات